ചില ആൾക്കാരുണ്ട് ഒരു കാരണമില്ലാതെ കണ്ണിൽ കണ്ട ആർക്കെങ്കിലും കരണക്കുറ്റിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കും. തല്ല് കിട്ടിയവര് സ്വാഭാവികമായിട്ടും പകരമായി എന്തെങ്കിലും പറയോ തിരിച്ച് രണ്ടെണ്ണം കൊടുക്കുകയോ ചെയ്താൽ ഉടനെ കരച്ചിലായി. അയ്യോ ഞാൻ പാവാണേ, നന്മവരാണേ, അഹിംസാവാദിയാണേ, അച്ഛനപ്പൂപ്പന്മാരായിട്ട് നല്ല സ്നേഹമുള്ള മനുഷ്യനാണേ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്തിനെതിരെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ ചുവയുള്ള പരാമർശം വിവാദത്തിൽ. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഒരു കയ്യബദ്ധം. പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടാണ് മുസ്ലിമിന്റെ ആധിപത്യം അവിടെ വരാൻ പോകുന്നത്. ഏതാണ്ട് ഇതുപോലെയാണ് സാക്ഷാൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ. വെറുതെ ഉണ്ടും മേമ്പക്കം ഇട്ടും കച്ചവടം നടത്തിയൊക്കെ കഴിയുന്ന നേരം എവിടെന്നോ ഒരു ചൊറി ഇങ്ങനെ ഇങ്ങോട്ട് വരും, ചൊറി. പിന്നെ തൊട്ടടുത്ത നിമിഷം വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോ. ഇതേപോലെ മൂപ്പര് ഈ ട്യൂണില് യുദ്ധസന്നാഹത്തിന് തയ്യാറായിട്ടങ്ങ് നിൽക്കും. ഒന്നുകിൽ ആദ്യം കണ്ടവന്റെ തന്തയ്ക്ക് വിളിക്കും, അല്ലെങ്കിൽ പിന്നെ കണ്ടവന്റെ നെഞ്ചത്തൊരു തൊഴി, എന്നിട്ട് ഞെളിഞ്ഞൊരു നടപ്പുണ്ട്. ആഹാ, ആരെങ്കിലും അപ്പൊ തിരിച്ചെന്തെങ്കിലും ഒന്ന് കൊടുത്താൽ അപ്പ വരും ഏങ്ങലും മോങ്ങലും നിലോളിയായിട്ട്. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന പ്രസ്ഥാനമാണേ ഞങ്ങള്, അതിൻ്റെ ഒരു നേതാവായ ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താ നിഷ്കളങ്കത വാരി വിതറലെന്നറിയോ? ആരെങ്കിലും ഞാൻ തല്ലോ, എന്നിട്ടും എല്ലാരും എന്നെ പീഡിപ്പിക്കുന്നേ. ഞാൻ ക്രൂരനാണെന്ന് പറയുന്നു, ഞാൻ വർഗീയവാദിയാണെന്ന് പറയുന്നു, ആഭാസനാണെന്ന് പറയുന്നു. ഇത് എന്തൊരു കരുണയില്ലാത്ത ലോകമാണ് ഇത്, എന്റെ ദൈവമേ. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലനം. ഞങ്ങൾ ആരും ഒരു ജാതിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയുടെ ആക്രമണവും തൊട്ടു പിന്നാലെയുള്ള നിലവിളിയും കണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചാലായിട്ട് മൂപ്പര് അരയിൽ കൊണ്ട് നടക്കുന്ന ഒരു കൊച്ചു പിച്ചാത്തി ഉണ്ട്, തേഞ്ഞതാ. ആ തേഞ്ഞ പിച്ചാത്തി തന്നെ ഇത്തവണയും എടുത്ത് പ്രയോഗിച്ചു, വർഗീയത. പതിവ് പോലെ മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തി മുസ്ലിം സമുദായത്തെ തെറി പറയുന്ന പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ എന്തെങ്കിലും പറഞ്ഞ് വിവാദമായതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞതങ്ങ് നിഷേധിക്കും നിലവിളിക്കും ചെയ്യാറുണ്ടെങ്കിൽ ഇത്തവണ തെറിയും നിലവിളിയും ഒപ്പത്തിനൊപ്പമായിരുന്നു. താൻ മുസ്ലിം വിരുദ്ധനല്ല, തനിക്ക് ജാതി ചിന്തയില്ല, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആളാണ്, ചെയ്യാത്ത കുറ്റത്തിന് എന്നെ വേട്ടയാടല്ലേ, മുസ്ലിം വിരുദ്ധനാക്കല്ലേ. എന്തൊരു വിലാപഗാനായിരുന്നു അത്. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. വെള്ളാപ്പള്ളിയുടെ നിഷേധങ്ങൾക്ക് ചില സ്ഥിരം പാറ്റേൺ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന്, താൻ പറഞ്ഞതെല്ലാം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണെന്നൊരു സ്റ്റേറ്റ്മെന്റ്. രണ്ട്, എല്ലാം ചില തീവ്രവാദികൾ വളച്ചൊടിച്ചതാണെന്നുകൊണ്ട് മൂപ്പരങ്ങോട്ട് കൈയൊഴിയും. മൂന്ന്, സത്യത്തിൽ താൻ മുസ്ലിം വിരുദ്ധനല്ല, തന്റെ വിരോധം മുസ്ലിം ലീഗിനോട് മാത്രമാണെന്നും പറഞ്ഞങ്ങോട്ട് തടിയൂരും. നാല്, തനിക്ക് ജാതി ചിന്തയില്ല, മത ചിന്തയില്ല എന്ന് വീം പഠിച്ചുകൊണ്ടിരിക്കും. അഞ്ച്, ശ്രീനാരായണ ഗുരുദേവന്റെ ലെഗസിയും സാഹോദര്യ ചിന്തയും തൻ്റേത് കൂടിയാക്കിയിട്ട് അവതരിപ്പിക്കും. ആറ്, യഥാർത്ഥ ഇര താനാണെന്ന് വാദിക്കും. ഈ സ്ഥിരം നിഷേധ പാറ്റേൺ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പിന്തുടരുന്നു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. രസകരമായൊരു കാര്യം എന്താ അറിയോ ഇതോടൊപ്പം പറയാനുള്ളത്? നിഷേധിച്ചു കഴിഞ്ഞ് വിവാദങ്ങളിൽ നിന്ന് അങ്ങോട്ട് തലയൂരിയാലും അല്പ ദിവസം കഴിയുമ്പോൾ പഴയ അതേ വിദ്വേഷ പരാമർശം മറ്റൊരു രൂപത്തിൽ വെള്ളാപ്പള്ളി ആവർത്തിക്കും. അതിനു മുമ്പ് ഉണ്ട് ഒരു പ്രത്യേക പാറ്റേൺ. താൻ മുമ്പ് പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് പറയും. അതിലെന്താണ് തെറ്റെന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കും. പഴയതിലും സീരിയസ് ആയി മറ്റൊരു ആക്രമണത്തിന് തുടക്കമിടും. ഇതാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തുടരുന്ന വിഷം കലക്കൽ രീതി. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ള ഒറ്റ മഹാസംസ്ഥാനത്തൊന്നുമില്ല. 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും. നിലവിളി ശബ്ദം എങ്ങനെയായാലും വെള്ളാപ്പള്ളി എന്താണെന്ന് അദ്ദേഹം തന്നെ പലവട്ടം സ്വയം കേരളത്തിന് കാണിച്ചു തന്നിട്ടുണ്ട്. ജാതി ചിന്തയില്ല എന്ന് പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ ജാതി ശ്വസിച്ച്, ജാതി പറഞ്ഞ്, ജാതി ചിന്തിച്ച് കഴിയുന്ന ഒരാളായിട്ടാണ് കേരള സമൂഹത്തിൽ സ്വയം അടയാളപ്പെടുത്തിയത്. മുസ്ലിം വിരുദ്ധനല്ലേ അല്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളിയുടെ നാവ് ഓരോ തവണയും വിഷ നൃത്തം ആടിക്കളിക്കുന്നത് മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് തന്നെയാണ്. ആർക്കും അതിൽ സംശയമൊന്നുമില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്നു എന്ന് അവകാശപ്പെടുന്ന അദ്ദേഹം
വെറുപ്പ് കൊടുത്ത് വെറുപ്പ് വാങ്ങുന്ന കച്ചവടമാണ് കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുക. കണ്ണെടുത്താൽ കണ്ടുകൂടാ, ആൾക്കാർക്ക് വല്ല വെറുപ്പായിക്കൊണ്ടിരിക്കുക. വീരപ്പന്റെ ആനസ്നേഹമില്ലേ, അതുപോലെയാണ് വെള്ളാപ്പള്ളിയുടെ മനുഷ്യ സ്നേഹവും മുസ്ലിം സ്നേഹവും എന്നാണ് അദ്ദേഹം സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ഇരയായി കാണുന്ന അദ്ദേഹം ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു സമുദായത്തെയും കുറെ മനുഷ്യരെയും വേട്ടയാടിയ ശേഷം പറയുന്നു ഇരവാദം. ഈ ഇരവാദം പറയുന്നതാണ് ഏറ്റവും രസകരമായ സംഗതി. ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു ലീഗുകാർ. ഉദാഹരണം പറഞ്ഞാൽ നിലമ്പൂരിലെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം 2025 ഏപ്രിൽ 5 മലപ്പുറത്തിനെതിരെ വെള്ളാപ്പള്ളി ഉറഞ്ഞുതുള്ളി പ്രസംഗിക്കുന്നത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമാണ്, ഭയന്ന് ജീവിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ പിന്നോക്കക്കാർ. സ്വതന്ത്രമായ വായു ശ്വസിച്ച് മലപ്പുറത്ത് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് കിട്ടിയില്ല. നിങ്ങൾക്ക് പഠിക്കാൻ മലപ്പുറത്ത് ഒരു കുടിപ്പള്ളിക്കൂടമെങ്കിലും തരുന്നുണ്ട് എന്നാണ് SNDP നടത്തിയ ചടങ്ങിൽ അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത്. ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്രസംഗം വിവാദമായപ്പോൾ പിറ്റേന്ന് ഏപ്രിൽ 16 തന്നെ ഒറ്റ വൈകില്ല നിലവിളി, നെഞ്ചത്തടി, ന്യായീകരണമൊക്കെ ആയി വന്നു. തന്റെ പ്രസംഗം മുസ്ലിം വർഗീയവാദികൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹം പാപഭാരം മുഴുവൻ മുസ്ലിം ലീഗിന്റെ തലയിലിടാൻ ശ്രമിച്ച്. മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യം എന്നൊന്നും പറയാൻ കഴിയില്ല, മുസ്ലിങ്ങൾ പോലും തങ്ങൾക്ക് 56% ഉണ്ടെന്ന് പറയുന്നില്ല, മുസ്ലിങ്ങളുടെ രാജ്യമെന്ന് അവര് പോലും പറയുന്നില്ല, മലപ്പുറത്ത് സാമൂഹ്യനീതി ഇല്ലെന്നാണ് പറഞ്ഞത്. സാമൂഹ്യനീതി ഇല്ലെന്ന് അത്ര പറഞ്ഞത്. മതവിദ്വേഷം SNDP യോഗത്തിന്റെ ലക്ഷ്യമല്ല. ഏത് ജില്ലയിലാണെങ്കിലും എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണം. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് SNDP യോഗമാണ് എന്നിങ്ങനെയുള്ള എജാതി ന്യായീകരണങ്ങളാണെന്നറിയോ. കേട്ടാൽ നമുക്ക് തന്നെ സംശയമായി പോകും, ഇനിയിപ്പോ മൂപ്പരായിരുന്നു ശരിയെന്ന്. ഒപ്പം സർവ്വകുറ്റവും മുസ്ലിം ലീഗിന്റെ തല്ലിലിടുകയും ചെയ്തു. ആ തവണ ഞാനൊരു മുസ്ലിം വിരോധിയല്ല, ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. മലപ്പുറം, മുസ്ലിം ലീഗ്, കാന്തപുരം, മലബാർ കലാപം, പാകിസ്ഥാൻ, അറബ് സംസ്കാരം, ഇങ്ങനെ കുറെ ഹോട്ട് കീവേഡുകളുണ്ട് വെള്ളാപ്പള്ളിക്ക്. എവിടെ എന്ത് പരിപാടിക്ക് പോയാലും എന്ത് സംസാരിച്ചാലും ഈ കീവേഡുകൾ സമൃദ്ധമായി ഉപയോഗിച്ചാണ് സംസാരിക്കുക. അതിന് കാരണമായി വെള്ളാപ്പള്ളി പറയുന്നത് സ്വന്തം സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഈ വൃത്തികേടൊക്കെ ചെയ്യുന്നതെന്നാണ്. എന്നാൽ കേരളത്തിലെ മുസ്ലിം ഈഴവ സമുദായങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള മത്സരമില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു സ്ഥലത്ത് കേരളത്തിൽ ഉടനീളം നിങ്ങൾ സഞ്ചരിച്ചു ഒരു പ്രശ്നവുമില്ല. അവർ തമ്മിൽ മത്സരിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ഏരിയയില്ല. ആര് ഭരിച്ചാലും സ്വന്തം കാര്യം നേടിയെടുക്കാൻ ജാതി കാർഡ് ഉപയോഗിക്കുന്ന സമുദായ നേതാക്കളുടെ ഈ കാലത്ത് മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറാതെ തന്നെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ SNDPക്കും NSSനും വെള്ളാപ്പള്ളിക്കും ഒക്കെ കഴിയുന്നുള്ള സത്യം അദ്ദേഹം അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് താൻ ഈ നേതൃസ്ഥാനത്തിരുന്ന് 3 പതിറ്റാണ്ടുകൾ സമുദായത്തിന് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞെന്ന് വെള്ളാപ്പള്ളി തന്നെ നിരന്തരം നമ്മളോട് പ്രസംഗിക്കുന്നുണ്ട്, അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയൊക്കെ ഇത്ര ഭംഗിയായി നടക്കുമ്പോഴും ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തെ എതിർഭാഗത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു തരം പ്രത്യേക രീതിയാണ് അദ്ദേഹം കുറെ കാലമായി കൊണ്ടു നടക്കുന്ന രീതി. സംഘപരിവാറുമായി ചേർന്ന് തുടങ്ങിയ കാലം മുതലാണ് വെള്ളാപ്പള്ളിയുടെ ഈ ടൈപ്പ് ആക്രമണത്തിന്റെ ശക്തി കൂടിയത്. ആ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? CPIM-ഉമായിട്ടുള്ള അടുപ്പം കൂടിയ കാലത്തും അദ്ദേഹം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം ആക്രമണം കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ആണ് എന്നെ ജാതിക്ക് പകരമായി പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികളിലൂടെയും കയറി ഇറങ്ങിപ്പോയ ആളാണ് വെള്ളാപ്പള്ളി. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസിനോടായിരുന്നു ആഭിമുഖ്യം. അന്ന് AK ആന്റണിയോടും വയലാർ രവിയോടും KSC ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന ആളാണ് ഇയാള്. പിന്നീട് CPM ആയി തട്ടകം. 1963 CPIM-ന്റെ പിന്തുണയോടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, തോറ്റുപോയി. VS അച്യുതാനന്ദനായിരുന്നു അന്ന് വെള്ളാപ്പള്ളിയുടെ ആരാധ്യ പുരുഷൻ. പിന്നീട് CPM-ന്റെ പിന്തുണയോടെ കാണിച്ചുകുളങ്ങര അമ്പലം കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് ജയിക്കുകയാണ്. അതിനുശേഷം 6 പതിറ്റാണ്ടായി, 60 കൊല്ലായി ആ ക്ഷേത്ര കമ്മിറ്റിയിൽ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. അതിനിടയിൽ പക്ഷേ CPM-ഉമായി അലമ്പി പിരിഞ്ഞു. SNDP-യിലേക്ക് കൊണ്ടുവരുന്നത് സ്വാമി ശാശ്വതീകാനന്ദയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇറക്കം ആരെയും അനുവദിച്ചിട്ടില്ല. പക്ഷെ ശാശ്വതീകാനന്ദ ഇപ്പൊ എവിടെയാണാവോ, അവിടെ എങ്ങാനും ഇരുന്നത് കേൾക്കുന്നുണ്ടോ എന്തോ. നിങ്ങളുടെ വിശ്വാസമുള്ള പാർട്ടി നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ പാർട്ടികളൊന്നും കാണണ്ട. പക്ഷേ വിശ്വാസമുള്ള പാർട്ടിയിൽ പ്രാതിനിധ്യം നമുക്ക് കിട്ടണം.
SNDP നേതാവായി മാറിയതോടെ മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈഴവ വോട്ട് ബാങ്കിന്റെ പങ്ക് തേടി മുന്നണികൾ വെള്ളാപ്പള്ളിയെ തേടിയെത്തി കാല് തൊട്ട് വണങ്ങാൻ തുടങ്ങി. ആ അവസരം അദ്ദേഹം നന്നായി ഉപയോഗിച്ചു. അടിസ്ഥാനപരമായി വെള്ളാപ്പള്ളി ഒരു കച്ചവടക്കാരനാണ്. പലചരക്ക് കട നടത്തി പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ കോടികളുടെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്കും കള്ള് കച്ചവടത്തിലേക്കും മറ്റു നിരവധി ബിസിനസ്സുകളിലേക്കും വഴിമാറി വിജയം കണ്ട ഒരാളാണ്. ആ സാമർത്ഥ്യം തന്നെയാണ് പിന്നീട് സമുദായ നേതൃത്വ സ്ഥാനത്തും അദ്ദേഹം ഉപയോഗിക്കുന്നത്. പലിശ മുതലാളിമാർ തന്നെ താഴെ ഇറക്കാൻ നോക്കുന്നുവെന്നാണ് ഗോകുലം ഗോപാലൻ അടക്കമുള്ളവരെ ഉന്നം വെച്ച് സ്വയം കള്ള മുതലാളിയായി അറിയപ്പെടുന്ന ഇദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങളെ അല്ല ലീഗിനെയാണ് താൻ വിമർശിക്കുന്നതെന്ന് തിരുത്തുകയാണ് വെള്ളാപ്പള്ളി. വേറെ മുസ്ലിങ്ങളിൽ പെട്ട് വേറെ ആരുമില്ല, ലീഗുകാര്. കോൺഗ്രസിൽ തുടങ്ങി CPM-ൽ ചെന്ന് പിന്നെ അത് ഉപേക്ഷിച്ച് സമുദായ നേതാവായി വെള്ളാപ്പള്ളി തനിക്ക് പറ്റിയ ഇരിപ്പിടം പിന്നീട് കിട്ടിയത് BJP-യിലാണ്. അതിനിടെ ഈഴവ നായർ ഐക്യത്തിന് വേണ്ടി സുകുമാരൻ നായർക്കൊപ്പം വമ്പിച്ച സോഷ്യൽ എക്സ്പെരിമെന്റ് നടത്തിയിരുന്നുവെങ്കിലും അടിസ്ഥാനപരമായി ജാതി വൈരുദ്ധ്യങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ കാരണം തുടക്കത്തിലേ പൊട്ടിപ്പാളീസായ ഒരു പരീക്ഷണമായിരുന്നു അത്. അതിനുശേഷമാണ് കേരളം പിടിക്കാനായി ഹിന്ദു ഏകീകരണം നടത്താനും ജാതി സാമുദായിക ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാനും ഇറങ്ങിയ സംഘപരിവാർ ശ്രമങ്ങളിൽ അടുത്തും അകലെയും നിന്ന് അദ്ദേഹം പങ്കാളിയാവുന്നത്. അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഈ വിഷം ചീറ്റലിന്റെ ഭാഗമായി BDJS എന്ന ചീറ്റിപ്പോയ പടക്കം വെള്ളാപ്പള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ്. BJP വിഴുങ്ങിയ BDJS ആണെങ്കിൽ ചത്തതീനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്ന അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോഴുള്ളത്. 10 വർഷം BJP-യിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ആലോചിക്കണമെന്നും ഇടതുമുന്നണിയിൽ പോകാൻ താല്പര്യമുള്ളവർ പാർട്ടിയിലുണ്ടെന്നും ഇക്കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പുതിയ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറാണ്. സംഘപരിവാറുമായി അകലം പാലിക്കുക എന്നത് മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. തങ്ങൾക്ക് വേറെ വഴികളുണ്ട് എന്ന് BJP-നെ ബോധ്യപ്പെടുത്തണം. ഞങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് BJP-നെ ബോധ്യപ്പെടുത്തണം. ബാർഗെയിനിങ് പവർ. അതോടൊപ്പം കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന ഇങ്ങനെയൊരു പാർട്ടിയുടെ വെറുതെ ഇരിക്കേണ്ടെന്ന് മറ്റു മുന്നണികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റൽ. മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. വോട്ടുകുത്തി യന്ത്രങ്ങളാണ് മലപ്പുറത്തെ പിന്നോക്ക വിഭാഗമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നേരത്തെ കോഴിക്കോട്ട് ഓഴയിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഓട്ടോ ഡ്രൈവർ നൌഷാദ് മരിച്ച സംഭവത്തിലും വെള്ളാപ്പള്ളി സമാനമായ രീതിയിൽ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. ഈ കച്ചവട ബോധവും തിരിച്ചറിവും തന്നെയാണ് പുതിയ പരീക്ഷണങ്ങളിലേക്ക് വെള്ളാപ്പള്ളിയെ നയിച്ചു കൊണ്ടുപോകുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ ജാതിമത വോട്ട് ബാങ്ക് പരീക്ഷണം നടത്തുന്ന പാർട്ടികളാണ് വെള്ളാപ്പള്ളിയുടെ ടാർഗറ്റ്. അവർക്ക് പറ്റിയ ഉരുപ്പടിയായി സ്വയം അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഈ പുതിയ കച്ചവട സാധ്യതകൾ തന്നെയാണ് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലേക്കും വർഗീയ വിഷം നിറഞ്ഞ പ്രസംഗങ്ങളിലേക്കുമൊക്കെ വെള്ളാപ്പള്ളിയെ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബിസിനസ് മോഡലിലുള്ള ഒരു മാറ്റം കൂടിയാണ്. അദ്ദേഹം ബിസിനസ് കളം മാറ്റി ചവിട്ടാണ്. ഇത്രയും കാലം വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചിരുന്ന ബിസിനസ് മോഡൽ സാമുദായിക സംഘടനാ നേതാവിൻ്റെതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി, SN ട്രസ്റ്റ് സെക്രട്ടറി എന്നീ പദവികളിൽ ഇരുന്നുകൊണ്ട് സാമുദായിക വിപണിയിൽ ഇടപെടുക, ആ വഴിക്കുള്ള സാധ്യത ഉപയോഗിച്ച് രാഷ്ട്രീയ പിന്തുണ സൃഷ്ടിക്കുക, അങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിവർത്തിക്കുക എന്ന രീതിയിലുള്ള ബിസിനസ് മോഡലാണ് അദ്ദേഹം ഇതുവരെ പിന്തുടർന്നു വന്നത്. ഇത് പരിഷ്കരിച്ച് അദ്ദേഹം പുതിയ വഴികളിലേക്ക് തിരിയുന്നത് ഇവിടെ വെച്ചാണ്. ഈ ബിസിനസ് മോഡലിൽ എന്താണ് വെള്ളാപ്പള്ളിയുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അഥവാ USP എന്ന് പറയുന്നത്? എന്തും വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് കേരള സമൂഹം നൽകിയ നിരുപാധിക ലൈസൻസ് തന്നെയാണത്. പൂർണ്ണമായി പിന്നിൽ അണിനിരന്നാലും ഇല്ലെങ്കിലും ഈഴവ സമുദായത്തെ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ബാർഗെയിനിങ്ങുകൾ, ഗെയിമുകൾ വെള്ളാപ്പള്ളി തന്റെ പൊട്ടൻഷ്യൽ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. ഒരു സംശയവുമില്ലാതെ വായിൽ തോന്നു പറയുന്ന ഒരാൾ എന്ന പ്രതിച്ഛായ തരുന്ന കുറെ സൗകര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആളുകൾ എന്തും പ്രതീക്ഷിക്കുക, ഇയാൾ എന്ത് വൃത്തിയോടും പറയുന്നു. കൂടുതലായി ആരും ഒന്നും പ്രതീക്ഷിക്കുകയില്ല. എങ്കിലും ഇത്തിരി കൂടി പോയാലോ വോട്ടെ വെള്ളാപ്പള്ളി അല്ലേ, അദ്ദേഹം അതും അതിലപ്പുറവും പറയും നാടൻ ഭാഷയല്ലേ, ഗ്രാമീണ ഭാഷയല്ലേ എന്നൊരു മനോഭാവത്തോടെ അതാ അങ്ങോട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. രാഷ്ട്രീയമായി ചീറ്റിപ്പോയ BDJS എന്ന പരീക്ഷണത്തിന്റെ ശില്പിയാണെങ്കിലും വെള്ളാപ്പള്ളി മൈക്കിന് മുന്നിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ അത് പരിഗണിക്കപ്പെടാറൊന്നുമില്ല. എല്ലാറ്റിലും വിജയിച്ച ഒരാളായി അദ്ദേഹം സ്വയം ബ്രാൻഡ് ചെയ്യുമ്പോഴും ആരും BDJS-ന്റെ കാര്യം അദ്ദേഹത്തോട് ചോദിക്കില്ല. BDJS-ന് പട്ടിവിലയെ നാട്ടില് ചോദിച്ചാലും ഉത്തരവാദിത്തം മകൻ തുഷാറിലേക്കോ BJP-യിലേക്കോ ചാരാൻ അദ്ദേഹത്തിന് എളുപ്പമുണ്ട്. ഒന്നിനും ഒരു പ്രവർത്തനത്തിനും ആരോടും ഒരു ഉത്തരവാദിത്വവും കാണിക്കാനില്ലാത്ത ഈ അവസ്ഥയാണ് വെല്ലും ബ്രേക്കും ഇല്ലാതെ വർഗീയത പറയാൻ വെള്ളാപ്പള്ളിക്ക് സത്യത്തിൽ മുതൽക്കൂട്ടാവുന്നത്. ഒരു മുസ്ലിം മരിച്ചെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിപ്പടയാണ് നമുക്ക് ഓടിച്ചെടുക്കുന്നത്. നമ്മൾ ആരെങ്കിലും മരിച്ചു പോയാൽ
പടം പോയിട്ട് വണ്ടി പോലും അവിടെ നിൽക്കുന്നില്ല. എങ്ങനെയാണ് വെള്ളാപ്പള്ളി ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് പറയുന്നതാണോ? അല്ല എന്നാണ് ഈ ചോദ്യം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, മുൻകൂട്ടി തീരുമാനിച്ചൊന്നല്ല ഒന്നും പറയുന്നു, അന്നേരം അങ്ങോട്ട് വായ വരുന്ന പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണെന്നാണ് മാതൃഭൂമി നടത്തിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, തനിക്ക് മുന്നിലുള്ള സദസ്സിന്റെ സ്വഭാവം, ഏതു പിടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ പൊട്ടൻഷ്യൽ എന്നിങ്ങനെ പല ഘടകങ്ങൾക്കും അനുസരിച്ചാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗങ്ങൾ സംഭവിക്കുന്നത്. അതിൽ വർഗീയത ഉണ്ടാവും എന്നുള്ളത് വേറൊരു കാര്യം. കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും മനുഷ്യരെ തമ്മിലുള്ള പരസ്പര ഇടപഴകലിനും ആഘാതമാകുന്ന തരത്തിൽ അത് വളരുമ്പോഴാണ് വൻ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അന്നേരമാണ് നമ്മൾ ആദ്യം പറയുന്ന തരത്തിൽ വെള്ളാപ്പള്ളിയുടെ നിഷേധം വരുന്നത്, നെഞ്ചത്തടിയും നിലവിളിയും വരുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ദ്രോഹം ഈ SNDP യോഗത്തിനും മാത്രമല്ല LDF സർക്കാരിനും ഇത് ദ്രോഹമായിട്ട് ഭവിക്കും. കളം ഏതായാലും, കളി എങ്ങനെയായാലും വെള്ളാപ്പള്ളി ഈ കലാപരിപാടി തുടർന്നുകൊണ്ടിരിക്കും. ഇസ്ലാമോഫോബിയയുടെ കാലത്ത് മുസ്ലിം സമുദായമാണ് പറ്റിയ ടാർഗറ്റ് എന്നതിനാൽ അത് എപ്പോഴും മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് തന്നെയാകാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്യും. അളമുട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ ക്രിസ്ത്യൻ സഭകൾക്ക് നേരെയും തൻ്റെ വിദ്വേഷ പത്തി ഇങ്ങനെ നിവർത്തി ചെറുതായിട്ടൊന്ന് ആടുമെങ്കിലും അത് അവിടെ അങ്ങ് നിർത്തും അദ്ദേഹം. കാരണം കലവറയില്ലാത്ത പൊട്ടൻഷ്യൽ ഉള്ളത് മുസ്ലിം സമുദായത്തിന് നേർക്ക് അദ്ദേഹം വമിപ്പിക്കുമ്പോഴാണ്. സംഘപരിവാറിന് അത് എപ്പോഴും സ്വീകാര്യമായിരിക്കും. മഹത്തായ പാരമ്പര്യമുള്ള ശ്രീനാരായണീയ പ്രസ്ഥാനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അനുകൂലമാക്കി മാറ്റാൻ വെള്ളാപ്പള്ളിയുടെ കത്തിയേറുകൾ സഹായിക്കുമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ അറിയുന്നത് അവർക്ക് തന്നെയാണ്. അതോടൊപ്പം ആക്രമണമുന ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിനൊക്കെ നേരെ തിരിച്ചു വെച്ച കാലത്തോളം ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയും അത് തുടിച്ചുകൊണ്ടിരിക്കും. വെള്ളാപ്പള്ളിയുടെ ഹൃദയം തുടിക്കും എന്നാണ് പുതിയ അവസ്ഥകൾ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊരു മാലിന്യത്തെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്യേണ്ടത്? എന്ത് നിങ്ങളുടെ അഭിപ്രായം? മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. മലപ്പുറത്തിനെതിരെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വർഗീയ ചുവയുള്ള പരാമർശം വിവാദത്തിൽ. പറഞ്ഞത് മോശമായി പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഒരു കയ്യബദ്ധം. കാന്തപുരം എന്ത് കുന്തമെടുത്ത് എറിഞ്ഞാലും പരാമർശം പിൻവലിക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടാണ് ഇവിടെ മുസ്ലിമിന്റെ ആധിപത്യം അവിടെ വരാൻ